സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരായ ആളുകൾ, ഉമയ്യത്ത് ബിൻ ഖലഫിനെ പോലെയുള്ള ആളുകൾ, അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബിനെ പോലെയുള്ള ആളുകൾ, വലീദ് ബിൻ ഉഖബയെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് പറയാണ്, നമുക്കൊരു കോംപ്രമൈസ് ആയിക്കൂടെ? അള്ളാനെ ഞങ്ങൾ ഇക്കൊല്ലം ആരാധിക്കാം, പിറ്റത്തെ കൊല്ലം മുഹമ്മദ് നബി നിങ്ങളും മുസ്ലിമീങ്ങളും ഞങ്ങളുടെ ലാത്ത ഉസ്സ മനാത്ത ബിംബത്തെ ആരാധിക്കും, പിറ്റത്തെ കൊല്ലം നമുക്ക് അള്ളാനെ ആരാധിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബിംബത്തെ ആരാധിക്കാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ പോയാ പോരെ, എന്തിനാ നമ്മൾ കുടുംബക്കാരല്ലേ? ഇത് പറഞ്ഞപ്പോഴാ ഈ സൂറത്ത് അവതരിക്കുന്നത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഓ അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല, വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, എന്റെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല, വലാ അന ആബിദുൻ മാ അബദ്തും, നിങ്ങളുടെ ഈ ബിംബങ്ങളെ ഇനി ഭാവിയിലും ഞാൻ ഇബാദത്ത് ചെയ്യാൻ പോകുന്നുമില്ല, ആ പ്രതീക്ഷയെ വേണ്ട. നിങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. നിങ്ങൾ ഈ പറയുന്നുവെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വിശ്വസിക്കണം എന്ന ഒരു അല്പം പോലും മനസ്സിന്റെ ഉള്ളിൽ തട്ടിയ ഒരു ചിന്തകൾക്കില്ല, വെറുതെ പറയായിരുന്നു. അല്ല, ഇത് ഒരിക്കലും വിശ്വസിക്കില്ലെന്ന് പറഞ്ഞൊരു സമൂഹത്തോടായി പറയുന്നത്. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ. വലിയ ദീൻ, എനിക്ക് എന്റെ ദീൻ, എനിക്ക് എന്റെ ദീൻ, എനിക്കൊരു ദീന് വേണം, ഞാൻ അള്ളാഹുവിന്റെ ദീനിലാണ്, ഇതാണ് എന്റെ ദീൻ എന്നൊരു മനുഷ്യന് തോന്നുമ്പോഴാണ് അള്ളാഹുവിന് വിജയം വരുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ വിജയവും അള്ളാഹുവിന്റെ സഹായവും ഇതാ വരുന്നു. ഇന്നഹു കാന തവ്വാബ, സൂറത്തു നസ്ർ അവസാനിക്കാൻ അല്ലാഹു തആല ധാരാളം പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, ഒരുപാട് സ്വീകരിക്കുന്നവനാണ് അല്ലാഹു. ഇതെല്ലാവർക്കും സ്വീകരിക്കോ പടച്ചോനെ? എല്ലാവർക്കും അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കോ? ഇല്ല. ചില ആളുകൾ, അള്ളാഹുവിന്റെ എതിരെ ധിക്കാരത്തോടുകൂടെ നടക്കുന്നവർ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിലായിരുന്നാൽ പോലും അവർക്ക് ഈ ഭാഗ്യം കിട്ടുന്നില്ല. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂ ലഹബ് നശിച്ചു, അവൻ നശിക്കട്ടെ. അവൻ നബിയുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബന്ധുവാൻ, നബിയുടെ ഉപ്പാന്റെ ജ്യേഷ്ഠനാണ്, പക്ഷേ അവൻ ഉപകാരപ്പെട്ടില്ലല്ലോ. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, നരകത്തിലാണ് അബൂ ലഹബ്. അബൂ ലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലും നരകത്തിലാണ്. അവളുടെ കയ്യിൽ അവളുടെ കഴുത്തിൽ തീയിന്റെ മാലയുണ്ട്. ഫീ ജീദിഹാ ഹബ്ലുൻ, പടച്ചോനെ, ഈ നരകത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടും? അല്ലാ, നരകത്തിലാണോ ഉമ്മു ജമീൽ? നരകത്തിലാണല്ലേ അബൂ ലഹബ്? എങ്ങനെയാണ് പടച്ചോനെ രക്ഷപ്പെടുക നരകത്തിൽ നിന്ന്? ഖുൽ, നീ പറഞ്ഞോ, ഹുവല്ലാഹു അഹദ് എന്ന് നീ പറ. അല്ലാഹുവിന്റെ തൗഹീദ് നീ സ്വീകരിക്ക്. ഈ തൗഹീദ് സ്വീകരിച്ചാൽ നിനക്ക് നരകത്തിൽ നിന്ന് മോചനമുണ്ട്. ഓരോ സൂറത്തിന്റെ അവസാനം അടുത്തും നേരെ ബന്ധത്തിലാണ്. തൗഹീദ് അങ്ങനെ പറഞ്ഞു, വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഈ തൗഹീദിൽ നിന്ന് ഉറച്ചു നിൽക്കണം. ഇതിൽ നിന്ന് മനുഷ്യനെ ശല്യപ്പെടുത്തുന്നത് ആരാണ്? പിശാചാൻ. കാവലിനെ ചോദിച്ചോ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മിനൽ ജിന്നതി വന്നാസ്. മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണം പടച്ചോനെ. അങ്ങനെ രക്ഷ കിട്ടണമെങ്കിൽ എനിക്ക് നിന്നെ മുറുകെ പിടിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തുൻ നാസ് അവസാനിക്കുമ്പോൾ നാസ് എന്ന് സുക്കൂനല്ല, നാസി കസ്റാണ്. മിനൽ ജിന്നതി വന്നാസി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ അവസാനിക്കുന്നെങ്കിൽ അവിടെ നാസ് പൂജ കിട്ടുക, അവിടെ അല്ലേ സുക്കൂന കിട്ടുക, വട്ടത്തിലുള്ള സുക്കൂനയുടെ സുക്കൂനല്ല ഖുർആൻ. എന്തേ അവസാനിക്കുന്നില്ല? അവസാനിക്കുമ്പോഴേക്കും തുടങ്ങുകയാണ് ബിസ്മി. അല്ലാഹുവേ, നീ എന്നെ രക്ഷപ്പെടുത്തിയില്ലേ, അൽഹംദുലില്ലാഹ്. ല്ലേ, മനുഷ്യരിലും ജിന്നുകളിലുമുള്ള ശൈത്താനിൽ നിന്ന് എന്നെ കാത്തില്ലേ പടച്ചോനെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിനക്ക് റബ്ബേ സ്തുതി. ഇങ്ങനെ സൈക്കിളാണ്. ഫാത്തിഹ അവസാനിക്കുന്ന വലദ്ദാലീൻ ആമീൻ. പടച്ചോനെ, എന്നെ നീ പിഴച്ചവരുടെ മാർഗത്തിലേക്ക് ചേർക്കല്ലേ റബ്ബേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ ദേഷ്യം കിട്ടിയ ആൾക്കാർ അവരാരാണ്? ജൂതന്മാർ. വലദ്ദാലീൻ, പിഴച്ചുപോയ ആൾക്കാർ അവരാരാണ്? ക്രിസ്ത്യാനികൾ. ഇവരുടെ മാർഗത്തിലേക്ക് എന്നെ ചേർക്കല്ലേ പടച്ചോനെ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ നിഅമത്ത് കിട്ടിയവരുടെ മാർഗത്തിലേക്ക് ചേർക്കല്ലാ. ആരുടേത് വേണ്ട? നിന്റെ ദേഷ്യം കിട്ടിയവരും വഴിപിഴച്ചവരും വേണ്ട. ഈ ദേഷ്യം കിട്ടിയവരും വഴിപിഴച്ചവരും എന്താ ചെയ്തത്? അള്ളാഹുവിന്റെ കലാം പരിശുദ്ധമായ തൗറാത്തിലും ഇൻജീലിലും ഓൾഡ് ടെസ്റ്റമെന്റിലും ബൈബിളിലും ഇല്ലാത്തത് ചേർക്കുകയും അള്ളാഹു പറഞ്ഞതിനെ മായ്ച്ചു കളയുകയും ചെയ്തവരാണ്. അള്ളാന്റെ ഗ്രന്ഥത്തെ മാറ്റിമറിച്ചവരാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും. അതുകൊണ്ട് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, ഇതാണ് കിതാബ്. യാ അല്ലാഹ്,
പിഴച്ചവരും അള്ളാന്റെ ദേഷ്യം കിട്ടിയവരും എന്തുകൊണ്ട് ദേഷ്യം കിട്ടി, എന്തുകൊണ്ട് പിഴച്ചു? അള്ളാന്റെ കിതാബിൽ മാറ്റത്തിരുത്തൽ വരുത്തിയത് കൊണ്ട്. അതുകൊണ്ട് നിനക്ക് സന്മാർഗല്ലേ വേണ്ടത്? സിറാത്തുൽ മുസ്തഖീം അത് ഈ ഖുർആനിലാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, ഇതാണ് കിതാബ്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഈ കിതാബിൽ സംശയമില്ല. ദാലിക്കൽ കിതാബ്, ഇതാണ് കിതാബ്. ലാ റൈബ ഫീഹി, അതിൽ സംശയമേ വേണ്ട. ഫീഹി ഹുദൻ, ഇതിൽ സന്മാർഗമുണ്ട്. ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ, ഇത് മുത്തഖീങ്ങൾക്ക് ഹുദയാണ്. എങ്ങനെ വായിച്ചാലും അർത്ഥം പൂർണ്ണമാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, അവിടെ നിർത്തൂ. ഇതാണ് കിതാബ്. ഈ കിതാബിൽ പിഴവില്ല, ഇതിൽ ആർക്കും ചേർക്കാനോ കളയാനോ പറ്റൂല. ഇതാണ് കിതാബ്. ദാലിക്കൽ കിതാബ്, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിൽ സംശയം വേണ്ടേ വേണ്ട. ഇനി ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതാണ് ഒരു സംശയവുമില്ലാത്ത ഗ്രന്ഥം, ഉറച്ച ഗ്രന്ഥം ഇതാണ്. അങ്ങനെ അർത്ഥം. ലാ റൈബ ഫീഹി ദാലിക്കൽ കിതാബു ലാ റൈബ്, ഇതാണ് കിതാബ്. ലാ റൈബ്, ഒരു സംശയവും വേണ്ട. അവിടെ നിർത്താം. ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ, ഇതിൽ സന്മാർഗികൾക്ക്, സന്മാർഗം തേടുന്നവർക്ക് ഹിദായത്തുണ്ട്. മുത്തഖീങ്ങൾക്ക് ഹിദായത്തുണ്ട്. ഫീഹിനെ ഇങ്ങോട്ട് വലിക്കുക, ഫീഹിനെ അങ്ങോട്ട് കൊടുക്കുക. എങ്ങനെ ഓതിയാലും അർത്ഥം പരിപൂർണമാണ്. ഒന്നാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹു സ്ഥാപിച്ചു, ഈ കിതാബ് ഭയങ്കരമാണ്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ദാലിക്കൽ കിതാബു ലാ റൈബ് ഫീഹി ഹുദാ, ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഇതൊക്കെ അർത്ഥം ക്ലിയർ ആണ്. എങ്ങനെ വെച്ചാലും അർത്ഥം പരിപൂർണമാണ്. ഇതാണ് അല്ലമൽ ഖുർആൻ. അല്ലാഹു അവന്റെ കലാം അല്ലാഹു തആല ഒരാൾക്ക് പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മളിൽ കാണിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ യുഅതി ദുനിയാ